ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മ ഒരു കുഴൽക്കിണർ റീചാർജുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പൊ നമുക്ക് അതിനു വേണ്ടി ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടാപ്പ് അവർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. കുടിവെള്ളത്തിന്റെ ആവശ്യത്തിനാണ്ട് അവർ ഉപയോഗിച്ചിരുന്നതാണ്. അത് ഇപ്പൊ യൂസ് ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോ നമ്മ അത് മതിയെന്നും പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ ഹോള് വലുതാക്കിയിട്ട് നമ്മ ഒന്നരഞ്ച് ടാങ്കിനൊക്കെ പിടിപ്പിക്കാനുള്ള അത്ര ഹോളിലാക്കി ഒന്നരഞ്ച് ടാങ്കിനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ടീ ഇട്ടിട്ട് അതിൽ ഫസ്റ്റ് തന്നെ ഒരു വാൽവ് വെക്കുന്നുണ്ട്. ടീയിട്ട് അതിൽ വാൽവ് വെക്കുക അത് വെച്ചാൽ നമുക്കതൊരു ബാക്ക് വാഷിന് വേണ്ടി ഞാനും ഇതിൽ അഴുക്ക് വാരിക്കളയുന്ന സിസ്റ്റം നടക്കുമല്ലോ. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൽവ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അതിന്റെ അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു വാൽവും കൂടെ സെറ്റ് ആക്കുന്നുണ്ട്. അതിനുശേഷം ആ പൈപ്പ് നേരെ നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ബോർവെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ബോർവെല് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു 3-4 വർഷം മുമ്പ് നമ്മ തന്നെ അടുപ്പിച്ച ഒരു കുഴൽക്കിണറുണ്ട്. പക്ഷെ ഇപ്പൊ ഇതിലൊട്ടും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഒരു ടാങ്ക് നിറയാനായിട്ട് 3 പ്രാവശ്യം അടിക്കണം. 3 സമയങ്ങളിൽ അടിക്കാൻ പറ്റുന്നുള്ളൂ. ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയായി. കാരണം ഇതിൽ 3 ടാങ്ക് വെള്ളമൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയിരുന്നതാണ്. ഫസ്റ്റ് തുടക്കത്തിലൊക്കെ നന്നായിട്ട് വെള്ളം കിട്ടിയിരുന്നതാണ്. എന്തോ വെള്ളം ഒട്ടും കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പൊ നമ്മൾ റീചാർജ് ചെയ്യാൻ ഇത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ റീചാർജ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്നേകാലിഞ്ച് ഹോൾസ് വെച്ച് ഹോൾ ഇട്ടിട്ട് അതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പിടിപ്പിക്കുന്നത്. അതിനുശേഷം അതിന്റെ ഒരു 2 ഇഞ്ച് താത്തിയിട്ട് വേറെ ഹോൾ ഇട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ ഇത് നിറയുകയാണെങ്കിൽ ആ വെള്ളം പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിൽ തന്നെ ഒരു ഒരു പൈപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗുണം എന്ന് വെച്ചാല് ഇത് നിറഞ്ഞാൽ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ തന്നെ ഇത് നിറഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് പുറത്തോട്ട് പോകും. നല്ല ടൈറ്റിലാണ് ഇരിക്കണെങ്കിലും ഇത്തിരി സിലിക്കോൺ വെച്ച് നമ്മ ആ ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യണ്ട്. ഗ്യാപ്പ് ഒട്ടുമില്ല, എന്നാലും ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ നല്ലൊരു പിടുത്തം ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിലോട്ട് നമ്മ ഇഷ്ടിക, അതുപോലെ പൊട്ടോട് ആദ്യം ഇട്ടത്. അതിനുശേഷം നമ്മ ഇഷ്ടിക, പിന്നെ ചെറിയ ബേബി മെറ്റൽ ഇട്ടുണ്ട്. ചെറിയ രീതിയിൽ ബേബി മെറ്റൽ ഇട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇഷ്ടിക, അതിനുശേഷം നമ്മ കരിയിടുണ്ട്. കരി ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ കൂടെ നമ്മ മെറ്റൽ ഇട്ടിട്ടാണ് നമ്മ ഇത് ഇതിലോട്ട് വെള്ളം കടത്തി വിടുന്നത്. അപ്പൊ മെറ്റൽ വന്നിട്ടില്ല, അത് കാരണം മെറ്റൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. മെറ്റൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൊരു നെറ്റും കൂടി ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യാം.